ഈ അടുത്തുണ്ടായ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു സാറിൻ്റെ, ഗവൺമെൻറ് ഈ തരിശ് ഭൂമി ഏറ്റെടുത്ത് അത് കൃഷി ചെയ്യുന്നു, ഉടമസ്ഥർക്ക് അത് കൈവിടില്ല എന്നുള്ളത്. അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ സാർ? നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമമാണ്, തണ്ണീർത്തടങ്ങളാണ്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രകൃതി സംരക്ഷണത്തിന്, കുടിവെള്ളം, നമ്മുടെ ഭക്ഷ്യ ഉൽപാദന വർധനവ്, അതുകൊണ്ട് ആഹാരത്തിൻ്റെ പ്രശ്നം, പിന്നെ മണ്ണിനോടും പ്രകൃതിയോടുള്ള നമ്മുടെ ഒരു സമർപ്പണം, ആദരവും, പിന്നെ വരുന്ന എത്രയോ തലമുറകൾ കഴിഞ്ഞാലും നമ്മളെ കൃതാർത്ഥതയോടെ ഓർക്കുന്ന ഒന്നായിരിക്കും ഈ നിയമനിർമ്മാണം. വയലുകൾ കൃഷി ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ചുരുക്കത്രേ ഉള്ളൂ. നെൽവയലിൽ പരമാവധി നമുക്ക് കൃഷി ചെയ്യണം, ഇന്നുള്ള ഉൽപ്പാദനം കുറേ കൂടി വർദ്ധിപ്പിക്കണം. നമുക്ക് അരി ആഹാരം കഴിക്കുന്ന കേരളീയർക്ക് പട്ടിണി കിടന്ന് അല്ലെങ്കിൽ അരി കിട്ടാതെ അത്തരം അവസ്ഥയിലേക്ക് പോകരുത്. അതിനുള്ള നിരവധി പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗം. താങ്കളുടെ കോൺസ്റ്റിറ്റ്യുവൻസി ആണല്ലോ കൊടുങ്ങല്ലൂർ. ഇപ്പോൾ കൊടുങ്ങല്ലൂരിലിപ്പോൾ ഇപ്പോഴത്തെ അറിയുന്ന കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞാൽ വളരെ നല്ല കൾച്ചറലിയും വളരെ ഇൻക്ലൈൻഡ് നല്ലൊരു സ്ഥലം. പക്ഷേ ഇപ്പോഴത്തെ ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ എങ്ങനെയാണ് അത് നോക്കിക്കാണുന്നത്? ഞാൻ അല്പം അതിനകത്ത് ഒരു വേദനിക്കുന്ന ഒരാൾ കൂടിയാണ്. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൻ്റെ ഒരു MLA ആയി അവിടെ വരാൻ കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ ആ അഭിമാനമാണ് ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ളത്. കാരണം ഒട്ടേറെ ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് കൊടുങ്ങല്ലൂർ. പ്രത്യേകിച്ച് മതസൗഹാർദ്ദത്തിന് ഏറ്റവും പേര് കേട്ട, വളരെ ഉന്നതമായ മതേതരത്തെ അത്ര വലിയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചൊരു തലമുറ. അവിടുത്തെ ചരിത്രമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഇപ്പോഴും അതിൻ്റെ ആവേശം അപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അതൊന്നും മുസ്ലിം, ക്രൈസ്തവ, ഹിന്ദു, ഈ 3 വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കൾ, അവരുടെ ക്ഷേത്രങ്ങൾ, അവരുടെ ആചാരങ്ങൾ, അവരുടെ വിശ്വാസങ്ങൾ, അത് തമ്മിലുള്ള പരസ്പര ബഹുമാനം, സ്നേഹം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഹായം, അതിൻ്റെയൊക്കെ എത്രയോ വലിയ സംഭാവന ചെയ്തൊരു നാടാണ്. ഒരുപാട് മഹാന്മാർ ജനിച്ചു വളർന്ന നാട്. ഏറെ പേരുടെ സംഭാവനകളെ കൊണ്ട് ശ്രേഷ്ഠമായ ഒരു പ്രദേശമാണ് കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരിന് ഇത്തിരി മാറി മുന്നോട്ട് പോട്ടെ, ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് മൂന്നാറിലേക്ക് കുറച്ച് ദൂരമുണ്ട്. മൂന്നാർ എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇത്രയും പ്രകൃതി കരിഞ്ഞനുഗ്രഹിച്ച സൗന്ദര്യമുള്ളൊരു സ്ഥലം ഉണ്ടോ വേറെ? എനിക്ക് തന്നെ ഇപ്പോഴും ആ ഒരു ത്രില്ല് പോയിട്ടില്ല. അത് നീലക്കുറിഞ്ഞി ഒരു സാങ്ച്വറി ആയിട്ട് അത് സംരക്ഷിക്കപ്പെടാൻ ഈ ഗവൺമെൻറ് തീരുമാനമെടുത്തു. വനം മന്ത്രി അതിന് തീരുമാനിച്ചു. റവന്യൂ മന്ത്രി എന്ന നിലയിൽ ആവശ്യപ്പെട്ട അത്ര സ്ഥലം 8000 ഏക്കർ സ്ഥലം റവന്യൂ ഭൂമി ഞങ്ങൾ നീലക്കുറിഞ്ഞി സാങ്ച്വറിക്ക് വേണ്ടി വിട്ടുകൊടുത്തു. കാരണം അതൊക്കെയാണ് നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്ന നമ്മുടെ, അതൊരു വലിയ കാര്യമായിട്ട് പറയുന്നതല്ല, പക്ഷെ നമ്മുടെ ഉത്തരവാദിത്തമല്ലേ. അപ്പോൾ ഈ മൂന്നാറിൻ്റെ കാര്യം വരുമ്പോൾ ടൂറിസം, ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഈ മൂന്നാർ കാണാൻ വരുന്നത്. അതൊന്നും വിദേശ ടൂറിസ്റ്റുകളൊന്നുമല്ല, പക്ഷെ നമ്മുടെ നാട്ടിലൊരു മൂന്നാർ എന്ന് പറയും. ആ മൂന്നാർ ഇങ്ങനെ കുത്തി എല്ലാ ഭാഗത്തുനിന്നും ഇങ്ങനെ കുത്തി അത് തകർത്ത് അതിൻ്റെ പ്രകൃതി ഭംഗിയും അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ ഭൂമിയുടെ പാരിസ്ഥിതികമായ അതിൻ്റെ കിടപ്പും ആ കുന്നിൻ്റെയും ചെരുവിൻ്റെയും എല്ലാം തകർത്ത് അവിടെ മലയിടിച്ചലും ഉരുൾപൊട്ടലും പിന്നെ അനിയന്ത്രിതമായ രീതിയിലുള്ള കൺസ്ട്രക്ഷനൊക്കെ വന്ന് അവസാനം മൂന്നാറൊരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഭൂമിയിൽ സമ്പത്ത് മുടക്കി അത് കൈയടക്കി അതിൽ നിന്ന് വലിയ ലാഭം കൊയ്യുന്ന തരത്തിലുള്ള അത്ര ഒരു മാഫിയയിലേക്കാണ് പിന്നെ അത് ഡെവലപ്പ് ചെയ്യുന്നത്. മൂന്നാറിലെ പാവപ്പെട്ടവർ അതറിയണം, എന്തൊരു സങ്കടം അവരുടെ സ്ഥിതി. മൂന്നാറിലെ മൂന്നാറുകാർ, അവിടുത്തെ പാവപ്പെട്ട തോട്ടം തൊഴിലാളി, അവിടെ 2-3 തലമുറ മുമ്പ് നാട്ടിൽ വന്ന് ഈ കഷ്ടപ്പെട്ട അവരുടെ മക്കളല്ലേ അവിടെ താമസിക്കുന്നത്. അവരിപ്പോഴും അര സെൻറ്റ് പോലും ഭൂമിയില്ലാതെ ദയനീയമായ അവസ്ഥയിൽ കഴിയുന്നു. പക്ഷെ നമ്മൾ പറയുമ്പോൾ വേറൊരു ഈ ഭൂമി കൈയടക്കിയ. അതുകൊണ്ട് ഗവൺമെൻറ്റിനൊട്ട് ആഗ്രഹമുണ്ട് ഇതിനകത്ത് മൂന്നാറിൻ്റെ പ്രകൃതി ഭംഗിയും പ്രകൃതി സൗന്ദര്യവും, ആ ഭൂമി സംരക്ഷിക്കണം. മൂന്നാറിൻ്റെ സൗന്ദര്യം ലോകത്ത് എത്ര ദശലക്ഷം ജനങ്ങൾ വന്നാലും അവർക്ക് കാണാനും ആസ്വദിക്കാനും സൗകര്യം ഉണ്ടാവണം. മൂന്നാർ ഇത്തരം ഒരു കച്ചവട, എന്താ പറയുക, ഇതിൻ്റെ ഒരു മാഫിയ കച്ചവട മേഖലയായിട്ട് മാറ്റരുത്. ഓക്കെ, മൂന്നാറിൽ ഞാൻ തിരിച്ച് തിരുവനന്തപുരം ഗോൾഫ് ക്ലബ്ബിലേക്ക് എത്തിക്കോട്ടെ. കളി ഗോൾഫ് കുറച്ച് പേര് കളിക്കുന്നുണ്ട്. ആ കളിയൊന്നും നമ്മൾ ഇല്ലാതാക്കാനോ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. ഗോൾഫ് ക്ലബ്ബിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം. അത് കളിക്കുന്നവർക്ക് ആ സൗകര്യം ചെയ്തു കൊടുക്കണം. പക്ഷേ ആ ഗോൾഫ് ക്ലബ്ബ് ഇരിക്കുന്ന 10-25 ഏക്കർ സ്ഥലം ഇത്രയും വില പിടിച്ച സ്ഥലം, അത് എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് തലസ്ഥാനത്തിൻ്റെ ഒരു ഏറ്റവും നല്ല പ്രകൃതി, ഈ ശുദ്ധവായു, നിരത്തിലൊന്ന് നടക്കാൻ, കുറച്ച് കുഞ്ഞുങ്ങൾക്കായിട്ട് വന്നിരിക്കാൻ, ആസ്വദിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലമല്ലേ. അത് നല്ലൊരു സാംസ്കാരികമായും അതുപോലെ നമുക്ക് നല്ല അർത്ഥത്തിൽ എന്തുകൊണ്ട് നമുക്ക് ഉപയോഗിച്ചുകൂടാം. ഞങ്ങളതുകൊണ്ട് അവർക്കൊന്നും എതിരായിട്ട് ചെയ്യുന്നതല്ല. അത് ഗോൾഫ് ക്ലബ്ബ് ഒരു നിമിത്തം എന്ന് വെച്ചാൽ മതി.
അങ്ങനെ കേരളത്തിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇവരുടെ കയ്യിലൊക്കെ നഗരഹൃദയങ്ങളിൽ വേറെ സ്ഥലമുണ്ട്. അവിടെ ഗോൾഫ് ക്ലബിൻ്റെ ഭാരവാഹികളോടോ അല്ലെങ്കിൽ മറ്റിനി ഞങ്ങൾ ഇനി ചില ക്ലബ്ബുകൾ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അവരോടൊന്നും ആരും പരിഭവിക്കരുത്. ഇത് കേരളത്തിൻ്റെ ഒരു സമ്പത്ത്, ഏറ്റവും ചുരുങ്ങിയത് ഒരു 15,000 കോടി രൂപയുടെ സമ്പത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളുടെ കയ്യിലുണ്ടെന്നാണ് ഞങ്ങളൊരു പ്രാഥമികമായി കണക്കെടുത്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്തിനാണ് അതൊക്കെ അങ്ങനെ? നമുക്ക് ഭൂമി അത്ര വില പിടിച്ചതല്ല, ഭൂമി തീരെയില്ല. ഭൂമിക്ക് വേണ്ടിയുള്ള ജനങ്ങളുടെ ഈ പരക്കം പാച്ചിലിൻ്റെ ഇടയിൽ എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത്? അതുകൊണ്ട് ക്ലബ്ബുകളെ ഒന്നും നമുക്ക് അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസിനെ ഒന്നും പ്രോത്സാഹപ്പെടുത്തേണ്ട, അതിന് ഒരു തടസ്സവും ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഇതൊക്കെ വളരെ ഇത്തരം നടപടിയൊക്കെ വരുമ്പോൾ ഗവൺമെൻറ്റിനോട് സഹകരിക്കണം.